പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയുടെ ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വനു സ്തുതിഗീതം. ശാന്തി പ്രത്യാശയമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വനു സ്തുതിഗീതം. ശാന്തി പ്രത്യാശയമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വനു സ്തുതിഗീതം. ശാന്തി പ്രത്യാശയമെന്നേക്കും. ഇന്നേ ദിവസം മതബോധന പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഈ കുർബാനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ മുമ്പിലോട്ട് കടന്നു വന്ന് മുമ്പിൽ തന്നെ നിൽക്കണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. മാതാപിതാക്കൾ അവർ മുമ്പിലോട്ട് കടത്തിവിടുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തെ കാത്തിരിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കുരിശിന്റെ തണൽ അഭയം തേടുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപികളെ പൗത്രീകരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. കൂടെ നടക്കുന്നു പകലിൽ,
കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. കൂടി നടക്കുന്നു പകലിൽ, കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നുവന്നേക്കു പൈതൽ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിന് പ്രത്യക്ഷന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായി നീക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സർവേശ പരിപാവന ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വായന 40-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ. കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാര്? കർത്താവിൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ആരുണ്ട്? ഏത് ഉപദേശകൻ അവിടത്തേക്ക് പ്രബോധനം നൽകി? ആരോട് അവിടുന്ന് ഉപദേശം തേടി? നീതിയുടെ പാത അവിടുത്തെ പഠിപ്പിക്കുകയും അവിടുത്തേക്ക് ജ്ഞാനം പകർന്നുകൊടുത്ത് അറിവിൻ്റെ മാർഗം നിർദ്ദേശിക്കുകയും ചെയ്തത് ആര്? ജനതകൾ അവിടുത്തേക്ക് തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെയും വെള്ളിക്കോലിൽ പൊടി പോലെയുമാണ്. ദ്വീപുകളെ അവിടുന്ന് നേർത്ത പൊടി പോലെ കരുതുന്നു. ലെബനോൻ വിറകിന് തികയുകയില്ല. അവിടെയുള്ള മൃഗങ്ങൾ ഒരു ദഹനബലിക്ക് മതിയാവുകയില്ല. ദൈവമായ കർത്താവിന് സ്തുതി.
വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസർക്കെഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിൽ എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു. എന്നാൽ എൻ്റെ സഹോദരനായ തീത്തോസിനെ അവിടെ കാണായികയാൽ എൻ്റെ മനസ്സിന് ഒരു സ്വസ്ഥതയുമുണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ അവിടെയുള്ളവരോട് യാത്ര പറഞ്ഞിട്ട് മക്കെദോനിയയിലേക്ക് പോയി. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ്. ഒരുവന് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള സൗരഭ്യവും അപരന് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യവും, ഇവയ്ക്കെല്ലാം കെൽപ്പുള്ളവൻ ആരാണ്? ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുമുണ്ട്. അവരെ പോലെയല്ല ഞങ്ങൾ, മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു വരുമെന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. വചനഘോഷം തുടങ്ങുകയാ, വചനമാരി പെയ്യുകയാ, ഹൃദയമാകും വയലിൽ കതിരുപോൽ വിളയട്ടെ നിൻ വചനം തിരുവചനം. വചനഘോഷം തുടങ്ങുകയാ, വചനമാരി പെയ്യുകയാ, ഹൃദയമാകും വയലിൽ കതിരുപോൽ വിളയട്ടെ നിൻ വചനം നമുക്ക് സദാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമത്തായി അറിയിച്ച കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 20 വാക്യങ്ങൾ 1 മുതൽ. സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യം. ദിവസം 1 ദനാറ വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 3-ാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തിറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്ത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്നവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർ തുടങ്ങി ആദ്യം വന്നവർ വരെ കൂലി കൊടുക്കുക. 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദനാറ് ലഭിച്ചു. തങ്ങൾ കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ദനാറ് തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. അവസാനം വന്നവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ, എന്നിട്ടും പകലിൻ്റെ അധ്വാനവും ചൂട് സഹിച്ച് ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അവൻ അവരുടെ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്തില്ല. 1 ദനാരക്കല്ലേ നീ എന്നോട് സമ്മതിച്ചത്? നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക. അവസാനം വന്നവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നു. ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനു അസൂയപ്പെടുന്നു? ഇപ്രകാരം പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കിരിക്കാം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മിശിഹായുടെ സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞനിമാരെ, നീതിമാരെ, നമ്മളിന്ന് മൂശക്കാലത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഏലിയാസ്ലിവ മൂശക്കാലത്തിൽ നമ്മൾ 2 കാലങ്ങളും കടന്ന് മൂന്നാമത്തെ കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് തരുന്ന വിഷയം എന്നുള്ളത് മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമയാണ്. നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ള ഒരു പാട്ടുണ്ട്, പാപ്പി അപ്പച്ച, അപ്പച്ചനോടാണോ അമ്മച്ചിയോടാണോ പാപ്പിക്ക് സ്നേഹം എന്ന് ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന ചോദ്യത്തിൽ അപ്പനാണ് ചോദിക്കുന്നതെങ്കിൽ കുട്ടി അപ്പനോട് പറയും അപ്പനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിപ്പോൾ അമ്മയാണ് ചോദിക്കുന്നതെങ്കിൽ അമ്മയോട് പറയും അമ്മേനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനിയിപ്പോൾ അത് അപ്പനും അമ്മയും കൂടെ ഒരുമിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ 2 പേരും ഒരുമിച്ച് ഇഷ്ടമാണെന്ന് കൊച്ച് നൈസായിട്ട് പറഞ്ഞു പോകുന്ന ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും. സത്യത്തിൽ അതിനും തുല്യമായിട്ടുള്ള ഒരു വചനം തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. കാരണം മുന്തിരിത്തോട്ടത്തിലേക്ക് ഓരോ ധനാറ വീത വേതനം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചെല്ലാവർക്കും അവസാനം വന്നവൻ തൊട്ട് ആദ്യം വന്നവൻ വരെ ഒരേ രീതിയിൽ അവർക്ക് ധനാറ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു വിടുന്ന, എല്ലാവരെയും തുല്യരായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവിനെയാണ് നമ്മളിന്ന് ഈ സുവിശേഷത്തിൽ കണ്ടുമുട്ടുക. ഇന്ന് സുവിശേഷം പഠിപ്പിക്കുന്നതും ഇതേ രഹസ്യം തന്നെയാണ്. ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും തുല്യരാണെന്നും നമ്മളാരും പലരല്ലെന്നും നമ്മുടെ സാമ്പത്തിക നിലവാരമോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മഹിമയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ കഴിവുകളോ നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ ജീവിതത്തിൽ നേടിയ നേട്ടങ്ങളോ ഒന്നുമല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രധാനപ്പെട്ടത്. മറിച്ച് ദൈവസന്നിധിയിലേക്ക് വന്ന് നമ്മളെല്ലാവരും ദൈവത്തിന് മുമ്പിൽ തുല്യരാണ് എന്ന് പഠിപ്പിക്കാനായിട്ട് ഈ സുവിശേഷത്തിൽ നമ്മെ ബോധിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ പല സമയങ്ങളിലായിട്ട് പലരാണ് ആ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്ക് വന്നത്. 3-ാം മണിക്കൂറിൽ വന്നവരുണ്ട്, 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിൽ വന്നവരുണ്ട്, 11-ാം മണിക്കൂറിൽ വന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും ഈശോ തുല്യമായിട്ട് വേദന നൽകിക്കൊണ്ട് അവർ പറഞ്ഞു വിടുകയാണ്. അതുകൊണ്ട് ഈശോ സുവിശേഷത്തിൽ നമ്മൾ പറയുന്ന കാര്യം എന്നുള്ളത്, നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരണം, ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയണം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വന്ന് പങ്കുചേരണം എന്നാണ് ഈശോ നമ്മൾ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം. ഇന്ന് ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, സുവിശേഷത്തിലൂടെ കടന്നു പോകുന്ന നമുക്കെല്ലാവർക്കും പല മനുഷ്യരെയും ഇതുപോലെ കണ്ടുമുട്ടാൻ സാധിക്കും. ദൂർത്ത പുത്രനും അവൻ്റെ വീട്ടിലെ നല്ല പുത്രനും നമ്മൾ കാണുന്നുണ്ട്. പിതാവിന് മുമ്പിൽ മൂത്തപുത്രൻ അവൻ നല്ലവനായി ചേർന്നുകൊണ്ട് പിതാവിന് കൂടെ സദാസമയം ജോലിയിൽ വ്യാപൃതനായി എല്ലാ കാര്യവും ചെയ്യുമ്പോഴും ദൂർത്തപുത്രൻ തൻ്റെ സ്വത്ത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞ് അവസാനം തിരിച്ചു വരുമ്പോഴും പിതാവ് ധൂർത്തപുത്രനെ മഹിമയോട് കാണിക്കുകയല്ല, മറിച്ച് തൻ്റെ മൂത്തപുത്രനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നീ എന്നും എൻ്റെ കൂടെയുണ്ടല്ലോ, ഇവൻ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു, ഇവനെനിക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ 2 പേരെയും തുല്യരാക്കുന്ന ഒരു പിതാവിനെയാണ് നമ്മൾ കണ്ടുമുട്ടുക. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ അബ്രഹാം സർവ്വ നിയമങ്ങളും പാലിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റിക്കൊണ്ട് അവൻ തൻ്റെ ജീവിതം മുഴുവനും കടന്നുപോയപ്പോഴും അവസാന കുരിശിൽ ഒരു നിമിഷം മാത്രം ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് തിരിച്ചു വന്ന ആ നല്ല കള്ളനെയും ദൈവം ഒരുപോലെയാണ് കണ്ടത്. അബ്രഹാം ഒരുപാട് നാൾ എനിക്ക് വേണ്ടി ജോലി ചെയ്തെന്നും അവനൊരു വാക്കിൽ പോലും എന്നെ അവിശ്വസത കാണിച്ചില്ലെന്നും പറഞ്ഞ് അബ്രഹത്തിന് വലിയ സ്ഥാനങ്ങളൊന്നും നൽകിയില്ല, എല്ലാവരും കൊടുത്തത് സ്വർഗം തന്നെ. അതുപോലെ തന്നെ നമ്മളിന്ന് കാണുന്ന ഓരോ മനുഷ്യരും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വന്നവരൊക്കെ ഇതുപോലെ ദൈവം തുല്യരായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്ന കാര്യം എന്നുള്ളത്, നമ്മളൊക്കെ ഏതൊക്കെ വഴിയിലും എവിടെയൊക്കെ തെറ്റിപ്പോയിക്കോട്ടെ, എവിടെയൊക്കെ വഴിമാറിപ്പോയിക്കോട്ടെ, അതൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രശ്നമല്ല, മറിച്ച് ദൈവത്തിലേക്ക് വരാനുള്ളൊരു മനസ്സ് മാത്രം നമ്മൾ കാണിക്കുക. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ മാനസാന്തരത്തോടെ തിരിച്ചു വരാനുള്ളൊരു മനസ്സ് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഒരു നല്ല മനസ്സിന് വേണ്ടി ആഗ്രഹിക്കാനും ദൈവസന്നിധിയിലേക്ക് വരാനും ഇന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് സുവിശേഷം നമ്മൾ പറയുന്ന കാര്യം എന്നുള്ളത്, ദൈവം നമുക്ക് അവസരം തരും വരാനായിട്ട്. അവസരങ്ങൾ തിരിച്ചറിയാൻ എന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, സഭയിൽ ഒരുപാട് വിശുദ്ധരുണ്ട്. ഈ വിശുദ്ധരുടെ ജീവിതങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ അവരെല്ലാവരും ഇതുപോലെ കടന്നു വന്നിട്ടുള്ളവരാണ്. അഗസ്റ്റിൻ എന്ന് പറയുന്ന മനുഷ്യൻ അവൻ്റെ ജീവിതം മുഴുവൻ തെറ്റിപ്പോയിട്ടും സുവിശേഷം എടുത്ത് വായിക്കുക എന്നൊരു വചനം കിട്ടി. അവന് ലഭിച്ച പുസ്തകത്തിൻ്റെ ആ റോമക്കാരുടെ ലേഖനത്തിൽ നിന്ന് ഒരു വാക്കുകളാണ്, വെളിച്ചത്തിന് മക്കളായിട്ട് ജീവിക്കാൻ പറഞ്ഞൊരു വാക്കാണ് അവനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നത്. അവനെ വിശുദ്ധ ഗ്രന്ഥമാണ് അവന് വിളിച്ചത്.
അതുപോലെ നോക്കുമ്പോൾ സഭയിലെ എല്ലാ വിശുദ്ധരും അവരെല്ലാവരും വിളിച്ചതിന് പുറകിൽ ഓരോരോ രഹസ്യങ്ങളുണ്ട്. എല്ലാവരും ഇതുപോലെ ദൈവം അവസരങ്ങൾ നൽകിയപ്പോൾ ആ അവസരത്തിനനുസരിച്ച് ജീവിതത്തെ മാറ്റിയവരും ആ അവസരത്തിനനുസരിച്ച് ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് തുടർന്നുള്ള എല്ലാ സമയവും ദൈവത്തെ പ്രഘോഷിച്ചവരുമാണ്. അതുപോലെ ഓരോ അവസരവും ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുതരും. എനിക്ക് മാനസാന്തരപ്പെടാൻ, എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ, എൻ്റെ ജീവിതത്തിൽ പഴയ മനുഷ്യനിൽ നിന്ന് മാറി ഒരു പുതിയ മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടാൻ അവൻ തരുന്ന അവസരങ്ങൾ അതെനിക്ക് ദൈവം തന്ന അവസരമാണെന്നും ഈ അവസരം എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു വഴിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അവസരങ്ങൾ ഉപയോഗിക്കാൻ ഇന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം അവനാണ് നമ്മൾ വിളിക്കുന്നത്. മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്ക് വിളിക്കുന്നത് അവൻ തന്നെയാണ്. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലായാലും ചിലപ്പോൾ ചെറുപ്രായത്തിൽ വിളിച്ചവരുണ്ടാകാം, ചിലപ്പോൾ പ്രായമായിട്ട് ഇനി വിളിക്കാനുള്ളവരുണ്ടാകാം. ഏത് പ്രായത്തിലായാലും വിളിക്കുന്നതൊക്കെ ഈ ദൈവം തന്നെ. ആ ദൈവത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയാൻ, ആ വിളി ശ്രവിക്കാൻ എന്ന് ഈശോ നമ്മെ ബോധിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് സുവിശേഷം പറയുന്ന കാര്യം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലുള്ള ചില അതിമോഹങ്ങളും അതുപോലെ തന്നെ അലസതകളും മാറ്റിക്കളയാൻ ഇന്ന് സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു. കാരണം ഇന്ന് സുവിശേഷത്തിൽ ആദ്യം വന്നവർ കരുതി ഞങ്ങൾ കൂടുതൽ ലഭിക്കുമെന്ന്. പക്ഷേ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരുന്നത് നിനക്ക് 1 ദനാറ തരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈശോ അവന് ജോലിക്ക് വിളിച്ചത്. പക്ഷേ അതിമോഹമാണ് അവരെ സങ്കടപ്പെടുത്തിയത്. അല്ലെങ്കിൽ അവർക്ക് സന്തോഷത്തോടു കൂടെ ആ 1 ദനാറയ്ക്ക് ജോലിക്ക് വിളിച്ചപ്പോൾ ആരും ജോലിക്ക് വിളിക്കാനില്ലാതെ ആ തെരുവിൽ നിന്നപ്പോൾ വേണമെങ്കിൽ ഈ 1 ദനാറ കുറവാണെന്ന് പറഞ്ഞ് മാറ്റിക്കളയാമായിരുന്നു. പക്ഷേ 1 ദനാറ എന്നുള്ളത് അന്നത്തെ വേതനത്തിൻ്റെ ഒരു ന്യായമായിട്ടുള്ളൊരു സംഖ്യയാണ്. അത് ലഭിക്കാൻ ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അവരെല്ലാവരും സന്തോഷത്തോടു കൂടെ ജോലിക്ക് ഇറങ്ങിത്തിരിച്ചത്. അല്ലെങ്കിൽ അവരാർക്കും വേണമെങ്കിൽ പോകാതിരിക്കാമായിരുന്നു. പക്ഷേ ആ 1 ദനാറയ്ക്ക് വേണ്ടി അവർ ജോലിക്ക് പോയി. പക്ഷേ അവരുടെ മനസ്സിൽ അതിമോഹം ഉണ്ടായി. തങ്ങൾ കൂടുതൽ ലഭിക്കും, ഞങ്ങൾ രാവിലെ തൊട്ട് പണിയെടുത്തു, മറ്റുള്ളവർ കുറച്ച് നേരം പണിയെടുത്തുള്ളൂ. അങ്ങനെ ഒരു മോഹം അവരുള്ളിൽ ജനിച്ചുകൊണ്ട് അവർക്ക് നിരാശ ഉണ്ടാകാനും സങ്കടമുണ്ടാകാനും പിറുപിറുക്കാനും ഉള്ളൊരു മനസ്സ് വന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മളോടും പറയുന്ന കാര്യം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദാസന്മാരെ പോലെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തുകൊണ്ട് എളിമയോട് നിന്നാൽ മാത്രം മതി, ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളുമെന്ന് സുവിശേഷത്തിനെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ഒന്നിനെക്കുറിച്ചും അമിതമായിട്ട് ആഗ്രഹിക്കാനോ അമിതമായിട്ട് മോഹിക്കാനോ നിൽക്കേണ്ട കാര്യമില്ല. അത് നമ്മളെ നിരാശപ്പെടുത്തുകയുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷം കെടുത്തിക്കളയുകയുള്ളൂ. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നിറവേറ്റിക്കൊണ്ട് എന്താണ് എനിക്ക് ലഭിക്കാനുള്ളത് ആ ദൈവം എനിക്ക് തരും എന്നുള്ള ബോധ്യത്തോടു കൂടെ ദൈവത്തിലുള്ള പ്രത്യാശയിൽ നിൽക്കാനായിട്ട് ഈശോ നമ്മൾ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള മടിയും അലസതയും, അന്ന് അവർ ഈ ദിവസം മുഴുവൻ അലസരായി നിൽക്കാതെ അവൻ മുന്തിരിത്തോട്ടത്തിൽ ചെല്ലാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ പൂട്ടിവെച്ചിരിക്കുന്ന നമ്മുടെ ഏതെങ്കിലും നല്ല മേഖലകളുണ്ടെങ്കിൽ ഇതുവരെ അത് പ്രവർത്തിച്ചാൽ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ കൂടുതൽ ത്യാഗം ചെയ്യേണ്ടി വരും എന്ന് നമ്മൾ ചോദിക്കുന്ന ചില മേഖലകളുണ്ടെങ്കിൽ അതെല്ലാം പൊടിതട്ടി തുറക്കാനും അത് ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് മഹത്വപ്പെടുത്താം. അതിന് സുവിശേഷം നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ ഇന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ തിരുസഭയുടെ പ്രബോധനങ്ങൾക്ക് വിധേയരായി ജീവിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യാൻ സഭാതനരെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതി കൊണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണ നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി കുരിശിന്റെ മാർഗത്തിലൂടെ അനുദിനം മുന്നേറാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹാ,
മിശിഹായി, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായി, ദേവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടെ വാനമേഖല ആഗതനാകുമ്പോൾ വിശുദ്ധരോടൊന്ന് ചേർന്നെതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പെസഹ രഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസനങ്ങളുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹിക്കാനും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അർപ്പണം ചെയ്യുന്നു യേശുവേ, അപ്പവും വീഞ്ഞിനുമൊപ്പം എന്നുള്ളവും ഉള്ളവയും നാദ വിനയമോടേകിടുന്നു, വിനയമോടേകിടുന്നു. അതുപോലാത്മജൻ ദിവ്യറുഹാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാൻ പാവനമീ ബലിയിൽ സുതരുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ ബലവാനാം കർത്താവെന്നും നീക്കും. രാജാവാം ദൈവം നമ്മോടൊപ്പെന്നും, യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധി ഹൃദയകടന്ന് ചൊരിയവിനും നീക്കും. പ്രാർത്ഥനയും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റു പറയാം.
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമായ സർവ്വത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വസൃഷ്ടികൾക്കുമുള്ള അതിജാതനും യുഗപുത്രനായ മുമ്പ് പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോമിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവന് സത്യമുള്ള സത്യവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മളെ രക്ഷിക്കുകയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിലേക്ക് വിദ്യാഭ്യാസങ്ങൾ ഏറ്റുകൊള്ളുകയും ചെയ്യുന്നു. ഈ സമയം നമ്മൾ കാഴ്ച എടുക്കുകയാണ്. നമ്മൾ സമർപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന സംഖ്യ നമ്മുടെ കരങ്ങളിലേക്ക് എടുത്ത് പിടിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാഴ്ച വസ്തുക്കളെ അങ്ങ് സ്നേഹപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങ് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞങ്ങളുടെ ജീവിതം കൊണ്ടും ഞങ്ങളുടെ ആരോഗ്യം കൊണ്ടും ഞങ്ങളുടെ തൊഴിൽ കൊണ്ടും ഞങ്ങൾ നേടിയ ഞങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു സംഖ്യ അങ്ങേക്ക് ഞങ്ങൾ നൽകുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വഴികളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ തൊഴിൽ മേഖലകളെയും അങ്ങ് പ്രത്യേകമായി സംരക്ഷിക്കണമേ. ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാ വഴികളെയും അങ്ങ് പവിത്രമായിരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാഹീസമാരും മേജരാജ് ബിഷപ്പ്മാരും മെത്രാപൊലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന് നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാനൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകമുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതരാകുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരി, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവാൻ ഭയഭജനമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമ്മതമാകുന്നതിനു വേണ്ടി പ്രാർത്ഥന തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും
റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. നിത്യം ആരാധ്യം രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികൾ ആയിരങ്ങളും മാലാകമാരുടെ 10,000-ങ്ങളും മഹോന്നതൻ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വർഗനിവാസികളും മാലാകവൃന്ദങ്ങളും ക്രോവേന്മാരും ശ്രാപ്പേന്മാരും അനവരതം പാടിടുന്നു, അനുസ്യൂതം വാഴ്ത്തിടുന്നു. പരിശുദ്ധൻ പരമശുദ്ധൻ ഉന്നതനായ മഹേശ്വരൻ. ഹോശാന പാടാം ഹോശാന, വാഴ്ത്തി പാടാം ഹോശാന. പരിശുദ്ധൻ പരമശുദ്ധൻ ഉന്നതനായ മഹേശ്വരൻ. ഹോശാന പാടാം ഹോശാന, വാഴ്ത്തി പാടാം ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നതിയിൽ അർപ്പിക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈ ബലിപീഠത്തിൽ ഉയർത്തപ്പെടുന്ന തിരുശരീരത്തോടും തിരുരക്തത്തോടും ചേർത്ത് നമ്മുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളെയും ഈ സമയം നമുക്ക് സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി
വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി ഭുജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനോടെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സുബ്രഹ്മണ്യ ഭരണാധികാരിമാർ റോമിലെ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ മെത്രാപൊലീത്താക്ക് വേണ്ടിയും രൂപത ദീക്ഷൻ പോളി മെത്രാന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരി എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളിൽ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും ഇടവക സമൂഹത്തിലെ ഓരോ കുടുംബങ്ങൾക്കും വേണ്ടിയും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സമർപ്പിതർക്ക് വേണ്ടിയും എല്ലാ ദമ്പതിമാർക്കും യുവതി യുവാക്കന്മാർക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയും വിദേശത്തും വിദൂരത്തുമായ പലവിധ കാരണം വ്യാപരിതരായിരിക്കുന്നവർക്ക് വേണ്ടിയും തൊഴിൽ നഷ്ടപ്പെട്ടും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും തൊഴിലിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയും പരീക്ഷയ്ക്ക് മിണ്ടൊരുമായിട്ടിരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയും മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതിമാർക്ക് വേണ്ടിയും വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാതിരിക്കുന്നവർക്കും വേണ്ടിയും തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾക്കും വേണ്ടിയും ഈ ലോകം മുഴുവനും രോഗികളായി കഴിയുന്നവർക്കും അവരെ ശുശ്രൂഷിക്കുന്നവർക്കും വേണ്ടിയും വിധവകൾക്കും ഏകസ്ഥർക്കും വേണ്ടിയും നല്ല കാലാവസ്ഥയ്ക്കും നല്ല ദൈവവിളിക്കും വേണ്ടിയും എല്ലാ വ്യാപാരി വ്യവസായികൾക്കും കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വേണ്ടിയും വന്യമൃഗാക്രമണങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കൃഷിയിടങ്ങളെയും ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരെ കാത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഈ ലോകം മുഴുവനും ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നതിനും യുദ്ധങ്ങൾ അവസാനിക്കുന്നതിനും വേണ്ടിയും പ്രത്യേകമായ ദിവസം മതബോധന പരീക്ഷ എഴുതാൻ ഒരുങ്ങുന്ന എല്ലാ കൊച്ചുമക്കൾക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. നീ ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുള്ള പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ.
സജീവവും പരിശുദ്ധവും ജീവദായകം അങ്ങേ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്ന ആദരയോടെന്നും കാക്കും പുകൾ പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ സുരത രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദരത്തെറ്റുകളെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചന യാചിക്കുകയും ചെയ്യാം. ഭിന്നതാളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഉറപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം നൽകി മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.
ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരൻ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയുടെ സൈന്യങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയോടേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ വർഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരി, ശരീരാസ്ഥല വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, തിരുവചനങ്ങളിലൂടെ വിശുദ്ധ കുരിശിന്റെ രഹസ്യം വെളിപ്പെടുത്തിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദിവ്യരഹസ്യങ്ങൾ പങ്കുകൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകി. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. സ്വർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ദിവ്യരഹസ്യങ്ങളിൽ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകി. സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ തിരുശരീരങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ നിത്യ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം നാം ചെയ്യുകയാൽ നാഥൻ തൻ്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർത്തല്ലോ. പീഡകളെങ്ങും നിറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്നേഹപിതാവാം സകലേശൻ കൃപയും ശക്തിയുമരുളട്ടെ. ദൈവത്തിൻ പരിപാലനമേ, ഭൂവിൽ നിങ്ങൾക്കെന്നാളും നൽവരദാനം നൽകിയിടും. സംരക്ഷണവും ചിരകാലം ജീവനെഴും തിരുശ്രീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സ്വീകരണത്തിൽ ബലിപീഠമേ സ്വസ്തി. കാരണമാകട്ടെ. ഇനി വരുമ്പോഴെല്ലാം അറിഞ്ഞുകൂടാ.